അടുത്ത സ്റ്റാൾ എന്ന് പറയുന്നത് മണിപ്പൂരിലെ ഇംഫാൽ രൂപതയുടെ സ്റ്റാളാണ്. അപ്പം പറയുമായിരുന്നു 40 വർഷത്തോളമായി അച്ഛൻ ഈ ഒരു സഭയുടെ ഈ ഒരു സമൂഹത്തിൻ്റെ ഒപ്പമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഓരോരോ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അന്യനാട്ടിൽ പോയി ആ ഒരു സമൂഹത്തെ മൊത്തം രൂപപ്പെടുത്തി എടുക്കുന്ന ആ ഒരു വലിയൊരു പ്രയത്നം തന്നെയാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ്, ഇപ്പോൾ വർഗീസ് അച്ഛനാണ് നമ്മളോടൊപ്പം ചേരുന്നത്, അപ്പോൾ അച്ഛൻ ആ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 35 വർഷമായി രൂപതയ്ക്ക് വേണ്ടിയിട്ട്. ആദ്യം അവിടെ ഒരു ഇടവക, ഇപ്പോഴത്തെ നേരത്തെയുള്ള പിതാവിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് പാരിഷ് പ്രീസ്റ്റായിട്ടാണ് ഞാൻ ജോലി തുടങ്ങിയത്. അതൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ഇടവകയായിരുന്നു. ആ ഇടവകയാണ് ഈ പ്രാവശ്യം ഈ നമ്മുടെ വയലൻസ് ഇല്ല, എത്നിക് വയലൻസ് ഉണ്ടായപ്പം കംപ്ലീറ്റായിട്ട് നശിപ്പിച്ച ഒരു ഇടവകയാണത്. അവിടെ ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന മിഷണറിമാരും എല്ലാവരും അവിടെ തന്നെ അവിടെ ജോലി ചെയ്ത ഒരു ഇടവകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പള്ളിയും പ്രസ്ബിറ്ററിയും പിന്നെ സ്കൂളും മഠവും എല്ലാം കത്തിച്ച് ഇപ്പോഴും അതിങ്ങനെ കാട് കയറി കിടക്കുകയാണ്. ഗവൺമെൻറ് ഇതുവരെയായിട്ടൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. അവിടെ പട്ടാളക്കാരിപ്പോൾ അതിനകത്ത് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിച്ചിട്ട് അവർ അതിൻ്റെ കോമ്പൻസേഷനോ അല്ലെങ്കിൽ അത് തുടങ്ങാനുള്ള ഒരു അവസരമോ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. നമ്മുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രൂപത 22,327 സ്ക്വയർ കിലോമീറ്ററാണ്. അത് എൻറ്റയർ സിവിൽ സ്റ്റേറ്റ് ഓഫ് മണിപ്പൂർ നമ്മുടെ രൂപതയാണ്. അതിപ്പോൾ ആർച്ച് ഡയസിസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിപ്പം 56 ഇടവകകളും 13 മിഷൻ സെൻറ്റേഴ്സും ഉണ്ട്. ഒരു ഇടവകയെന്ന് പറയുമ്പം പല ഡിസ്റ്റൻസിലാണ് നമുക്കുള്ളത്. അതായത് ഇൻഫാലാണ് ഈ രൂപതയുടെ സെൻറ്റർ. അവിടെ നിന്ന് ഓരോ ഇടവകയ്ക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് 156 ഒരു ഇടവക 325 കിലോമീറ്റർ നമ്മൾ പോകണം. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്നിട്ട് ഓരോ ഇടവകയ്ക്കും നമുക്ക് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളിൽ പോയി എല്ലാ ദിവസവും കുർബാന ചെല്ലാനോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ പോലും നമുക്ക് കുർബാന ചെല്ലാൻ സാധിക്കില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസംബർ ക്രിസ്മസിന്, ഈസ്റ്ററിന് അവിടെ പോയി വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പാസ്റ്ററൽ നീഡെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക ആ സമയത്താണ്. അല്ലെങ്കിൽ ഇടവകളിൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും കുർബാനയുള്ളൂ. അല്ലാത്ത ഗ്രാമങ്ങളിൽ നമ്മൾ പോകുമ്പം ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് ട്രാവൽ ചെയ്ത് അങ്ങനെ പോകാറുള്ളത്. അപ്പോൾ ഈ ഡിസംബർ ക്രിസ്മസിനും ഈസ്റ്ററിനുമാണ് ലാർജ് ലെവൽ പിന്നെ നമ്മുടെ വില്ലേജ് ടൂറിങ് നടക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ സാധാരണ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗവൺമെൻറ് പോലും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ സെൻറ്റേഴ്സും സ്കൂളുകളൊക്കെ തുടങ്ങി ഈ അവിടെയുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അത് വളരെ പ്രയാസപ്പെട്ടൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ മിഷൻ രൂപതയെന്നൊക്കെ പറഞ്ഞാൽ എക്കോണമിക്കലി വളരെ ബാക്ക്വേർഡാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു സെൻറ്ററിൽ നിന്ന് തുടങ്ങണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 8-9 കോടി രൂപ വേണം. അത് നമ്മളിപ്പോൾ ഫോറിൽ നിന്ന് വരുന്ന പൈസ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ FCRA റെസ്ട്രിക്ഷൻ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഓരോ സൊസൈറ്റി അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ആർ ബിക്കം വെരി കംപ്രസ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പോളിസി മേക്കപ്പ്. പിന്നെ FCRA റെസ്ട്രിക്ഷൻസ്, അതും വളരെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഫോറിൽ നിന്ന് കാശ് കൊണ്ട് നമ്മുടെ ഈ മിഷൻ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ. പിന്നെ ജനങ്ങൾ പാവങ്ങളാണ്, അവർക്ക് നമ്മുടെ മിഷൻസ് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് അവർക്കില്ല. അതാണ് പ്രധാന ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ്. അതും ഇപ്പം ഈ നേരത്തെ നമുക്ക് എല്ലാ ഇടവകയിലും ഒരു നേഴ്സിംഗ് ഹോം ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. ആ ഡിസ്പെൻസറിയുടെ വഴിയാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ആയിട്ടുള്ള റിലേറ്റഡ് സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഗർഭം അവരുടെ പ്രസവം എടുക്കുക, പിന്നെ അവർക്ക് വേണ്ട വാഷാൻ ഹൈജീനിക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള ഹെൽത്ത് സെൻ്ററിൽ കൂടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നത്, നമുക്ക് ഡിസ്പെൻസറി ഡോക്ടേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ഡിസ്പെൻസറി ഓടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ട്രെയിൻഡ് സിസ്റ്റേഴ്സിന് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്പെൻസറി നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു പ്രയാസമുണ്ട്. എങ്കിൽ തന്നെ അവർ വില്ലേജ് ലെവൽ ഹെൽത്ത് വർക്കേഴ്സായിട്ട് ഇപ്പോഴും ആനിമേഷനും കാര്യങ്ങളെല്ലാം അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്. പിന്നെ ഗവൺമെൻറ്റുമായിട്ടോ സഹകരിച്ചുകൊണ്ട്
അവരെ ഇമ്മ്യൂണൈസേഷനൊക്കെ പദ്ധതികൾ സിസ്റ്റേഴ്സ് ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രൂപതയ്ക്ക് ഒരു ഡയസിഷൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ 9.5 വർഷം. പിന്നെ അത് കഴിഞ്ഞ് റീജിയണൽ സോഷ്യൽ വർക്കിൻ്റെ ഡയറക്ടറായിട്ട് 11 വർഷം ഗൗഹാട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ 21 വർഷം എൻ്റെ സേവനം സോഷ്യൽ വർക്കായിരുന്നു, സാമൂഹ്യ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായിരുന്നു ഇപ്പോഴും. പ്രധാനമായിട്ടും എല്ലാ തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളോടൊപ്പം തന്നെ നിന്ന് ശിശുക്ഷേമം, വുമൺ എംപവർമെൻറ്റ്, എല്ലാ തരത്തിലും ഹെൽത്ത് നീഡ്സ് എല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് അച്ഛൻ പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ ടീമിൻ്റെ മെമ്പേഴ്സിൻ്റെ ഒപ്പം തന്നെ നിന്ന് നടത്തുന്നത്. അപ്പം ഇനിയും ഒത്തിരി ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വെച്ചാൽ താങ്ക് യു സോ മച്ച്.